ആരോഗ്യമന്ത്രി വീണ ജോർജിനോടാണ് ചോദ്യം. നിങ്ങൾ നിയമസഭയിൽ വെച്ച് പറഞ്ഞ പ്രസ്താവന ഓർമ്മയുണ്ടോ? കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറവാണ്, കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങളുടെ ശ്രമം എന്ന വീരവാദം. എന്തിനായിരുന്നു ആ കളിയാക്കൽ? എന്തിനായിരുന്നു ആ അഹങ്കാരം? നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച അതേ ആരോഗ്യ വകുപ്പല്ലേ ഇന്നൊരു കുഞ്ഞിന്റെ കൈപ്പത്തി തന്നെ നശിപ്പിച്ചത്? ഒരു കുഞ്ഞിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്തിനാണ്? നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞ ആ കണക്കുകൾക്ക് ഈ 8 വയസ്സുകാരിയുടെ വേദനയുടെ മുൻപിൽ എന്ത് വിലയാണുള്ളത്? നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് വീമ്പിളക്കിയ അതേ ആരോഗ്യ വകുപ്പല്ലേ പാലക്കാട് പല്ലശ്ശനയിൽ കൈയൊടിഞ്ഞ് ചികിത്സയ്ക്കെത്തിയ ഒരു 8 വയസ്സുകാരിയുടെ കൈയുടെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയത്? ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് 8 വയസ്സുകാരിക്ക് ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടാക്കി കൊടുത്തത്. ശിശുമരണ നിരക്കിന്റെ കണക്കുകൾ നിരത്തി വീരവാദം മുടക്കിയ മന്ത്രിയോട് ഒരൊറ്റ ചോദ്യം. നിങ്ങളുടെ വകുപ്പിന്റെ പിടിപ്പുകേട് കാരണം കൈ നഷ്ടപ്പെട്ട ഈ അവസ്ഥയിൽ ആ 8 വയസ്സുകാരുടെ വേദനയുടെയും നിലവിളിയുടെയും മുൻപിൽ ഇനി എന്ത് വീമ്പാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്ന യുദ്ധപ്രഖ്യാപനവുമായി രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഒരു കുറ്റപത്രം പോലെയാണ് ആഞ്ഞടിക്കുന്നത്. രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കൈയൊടിഞ്ഞ് ചികിത്സയ്ക്കെത്തിയ കുഞ്ഞ് മയക്കം കഴിഞ്ഞുണരുമ്പോൾ എന്റെ കൈ എവിടെ അമ്മേ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അങ്ങയുടെ വകുപ്പിന്റെ പരമമായ കഴിവുകളുകൊണ്ട് മാത്രമാണ്. ആ കുഞ്ഞിന്റെയും കുടുംബത്തിന്റെയും ഭാവി ദുരിതങ്ങൾക്കെല്ലാം ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. ഈ ഭീകരമായ ട്രോമയ്ക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? കൈയൊടിഞ്ഞതിന് ചികിത്സയ്ക്ക് വന്നവരുടെ കൈ മുറിച്ചു മാറ്റുന്ന പിടിപ്പുകേടിന് അശ്രദ്ധ എന്നല്ല, ക്രൈം എന്നല്ലേ പറയേണ്ടത്? ഇങ്ങനെ തുടർച്ചയായി ഭീതിജനകമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യൻ വിശ്വസിച്ചെങ്ങനെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആരോഗ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. നേട്ടങ്ങൾ വരുമ്പോൾ അത് സർക്കാരിന്റെ പൊൻതൂവലായി ചിത്രീകരിക്കാൻ മത്സരിക്കുന്നവർ ഈ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ്? കപ്പിത്താൻ ഉണ്ടായിട്ടും ആരോഗ്യ മേഖലയുടെ പോരായ്മകൾക്ക് നാഥനില്ലാതെ പോകുന്നത് എന്ത് കാപട്യമാണ്? കഴിഞ്ഞ ദിവസം കരൂരിൽ ദുരന്തമുണ്ടായപ്പോൾ വേണമെങ്കിൽ ഒരു വിദഗ്ധ സംഘത്തിനെ തമിഴ്നാട്ടിലേക്ക് അയക്കാം എന്ന് മന്ത്രി പറഞ്ഞതിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പച്ചയ്ക്ക് വലിച്ചു കയറി. മിനിസ്റ്റർ, നിങ്ങൾക്ക് ആളുകളെ വേണം, പക്ഷേ അത് തമിഴ്നാട്ടിലല്ല, പാലക്കാട് ജില്ലാ ആശുപത്രി അടക്കമുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി ഡോക്ടർമാരുടെ അടക്കം ഒഴിവുകൾ നികത്തണമെന്നാവശ്യപ്പെട്ട് താനടക്കമുള്ളവർ നൽകിയ നിവേദനങ്ങൾ എവിടെ പോയി എന്നും അവയെല്ലാം അവഗണനയുടെ ചവറ്റുകൊട്ടയിലിട്ട് ചവിട്ടി മിതിച്ചത് ആരാണെന്നും രാഹുൽ തന്റെ കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ഈ നിരന്തര അനാരോഗ്യം പരിഹരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ദുരിതത്തിലാകുന്നത് ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങളാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, ഇത് നിങ്ങളുടെ വകുപ്പിലെ കെടുകാര്യസ്ഥതയുടെയും അലംഭാവത്തിന്റെയും പ്രതീകമാണ്. കപ്പലുലഞ്ഞാലും ഇല്ലെങ്കിലും ജനത്തിന്റെ ആരോഗ്യമാകെ ഉലയുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്.